ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിൻ്റെ ഡേ 3ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം പ്രൊക്രാസിനേഷനാണ്. ഇതൊരു കുറച്ച് ലെങ്തി ടോപ്പിക് ആയതുകൊണ്ടാണ് ഷോർട്സ് അല്ലാതെ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. കാരണം എനിക്ക് 3 മിനിറ്റ്സിൽ അത് തീർക്കാൻ പറ്റില്ല. അപ്പം പ്രൊക്രാസിനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം അത് വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർക്കും ഉണ്ട്, സാധാരണക്കാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പ്രൊക്രാസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാതെ അത് കൂട്ടിയിട്ട് വയ്ക്കുക, ഇങ്ങനെ ഡിലേ ആക്കി വയ്ക്കുക. അതാണ് പ്രൊക്രാസിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊക്രാസിനേഷൻ കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ ഗോളിലോട്ട് എത്താനുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. പ്രൊക്രാസിനേഷൻ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ളൊരു ഹിൻഡർനെസ് ആണ്. അപ്പോൾ ഇന്ന് ഈ പ്രൊക്രാസിനേഷനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ടെക്നിക്സാണ് നമ്മൾ പറയുന്നത്. അപ്പം പ്രൊക്രാസിനേഷൻ വരാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലുവറാണ്. ഫിയർ ഓഫ് ഫെയിലുവർ എന്ന് പറയുന്നത് നമുക്ക് പേടിയാണ്. നമ്മൾ തോറ്റു പോകുമോ, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ നോക്കി ചിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള പേടി. അത് കാരണം ആൾക്കാർ പ്രൊക്രാസിനേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ പെർഫെക്ഷനിസം. ഇപ്പോൾ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശം കാര്യമൊന്നുമല്ല, പക്ഷേ ഓവറായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓവറായിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും റൈറ്റ് ടൈം നോക്കിയിരിക്കും. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയം വരട്ടെ, അല്ലെങ്കിൽ ഒരു നല്ല മൂഡ് വരട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു റൈറ്റ് ടൈമോ അല്ലെങ്കിൽ റൈറ്റ് മൂഡോ ഒന്നുമില്ല. ദിസ് ടൈമാണ് റൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് അങ്ങനെ ഈ റൈറ്റ് ടൈം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ ബിഗ് ടാസ്ക് വരുമ്പോഴത്തേക്ക്, നമുക്ക് വലിയൊരു ടാസ്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മടി വരും. ഇപ്പം അതിപ്പം മിക്കവർക്കും തോന്നുകയാണിത്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, സ്റ്റക്കായിട്ടിരിക്കും. നമുക്കൊരു മല കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മലയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ. അതാണ് ഈ പറയുന്ന ബിഗ് ടാസ്കിൻ്റെ മുമ്പിൽ ഓവർലാം ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരുപാടുണ്ട്. ടി വി ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഫോണുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ഫോൺ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നെറ്റ് ഓഫ് ചെയ്യുക. അതല്ലെങ്കിൽ ഫോൺ നോക്കാൻ അല്ലെങ്കിൽ മെസ്സേജിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം കണ്ടെത്തുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ഫോണിങ്ങനെ, മിക്ക ആൾക്കാർക്കുള്ള സ്വഭാവമാണ് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ നേരെ ഫോൺ നോക്കുക എന്ന് പറയുന്നത്. ആ സ്വഭാവം നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മളിത് മാറ്റിയേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഫോൺ അടുത്ത് വെച്ചിട്ട് കിടക്കുന്ന പരിപാടി തന്നെ മാറ്റുന്നതായിരിക്കും നല്ലത്. അങ്ങനെ തന്നെ നമുക്ക് കുറേ സമയം പോയി കിട്ടും. പിന്നെ എന്ന് പറയുന്നത് ക്ലിയർ ഗോൾ ഇല്ലാത്ത, ലാക്ക് ഓഫ് ക്ലിയർ ഗോൾ. ഇപ്പം നമുക്ക് എന്തോ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം, എനിക്കിപ്പം ഞാൻ പിന്നെ ജിമ്മിൽ പോകാൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചാൽ എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നില്ല. ജിമ്മിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരു ഗോൾ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല തടി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിനൊരു ഗോളുണ്ട്. എനിക്കിപ്പോൾ ഉള്ള വെയിറ്റിൽ നിന്ന് എനിക്കൊരു 20 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോ 15 കിലോ കുറയ്ക്കണം എന്നുള്ളൊരു ഗോളുണ്ട്. അപ്പോൾ ആ ഗോൾ വെച്ചിട്ട് ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പോകാനുള്ള മൂഡ് വന്നു. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എക്സസൈസ് ചെയ്യാം, ചെയ്തിട്ട് ഇപ്പോൾ എന്തിനാണ്, അങ്ങനെ ഒരു തോട്ടായിരുന്നു. അപ്പം ആ ഒരു ഗോൾ, ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും നമ്മുടെ ഒരു ഗോൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഈ പറയുന്ന പ്രൊക്രാസിനേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രൂവൻ മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ബ്രെയിൻ ട്രാസി പറഞ്ഞിരിക്കുന്ന ഈറ്റ് ദാറ്റ് ഫ്രോഗ് മെത്തേഡാണ്. ബ്രെയിൻ ട്രാസി എന്ന് പറയുന്നത് ബെസ്റ്റ് സെല്ലിംഗ് പിന്നെ നോവൽസിൻ്റെയൊക്കെ ഓതറാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ബുക്കാണിത്, ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ചെറിയൊരു ബുക്കായത്. ഇതിൻ്റെ അകത്ത് 21 ടെക്നിക്സ് ഉണ്ട്. എങ്ങനെയാണ് പ്രൊക്രാസിനേഷൻ ഓവർകം ചെയ്യേണ്ടതെന്നുള്ള 21 ടെക്നിക്സ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിലധികം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ വലിയ ഫ്രോഗിനെ കഴിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ഹൈലി പ്രൊഡക്ടിവിറ്റി ആവശ്യമുള്ള ഏറ്റവും വലിയ ടാസ്ക് നമ്മൾ ആദ്യം ചെയ്യുക. അപ്പം നമ്മുടെ ഒരു ജോലി എന്ന് പറഞ്ഞ്, നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ നമുക്ക് എളുപ്പമുള്ള പണികൾ നമ്മൾ ആദ്യം ചെയ്യും.
ബുദ്ധിമുട്ടുള്ളത് പിന്നെ ചെയ്യാമെന്ന് മാറ്റി വയ്ക്കും. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എളുപ്പമുള്ള പണികൾ നമ്മൾ കുറച്ച് ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ബുദ്ധിമുട്ടുള്ള പണി ചെയ്യാനുള്ള ടൈം ഇല്ലാതാവും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു എനർജി ഇല്ലാതായി പോകും. നമുക്ക് ഏതാണോ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ആ ഒരു ജോലി വേഗം തീർക്കുക എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന ഈറ്റ് ആൻഡ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത് വരുന്നത് മെൽ റോബിൻസ് എന്ന് പറയുന്നത് അവർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറൊക്കെയാണ്, ഓഥറാണ്. പിന്നെ മെൽ റോബിൻസിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ 5 4 3 2 1 എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെ ഒരു ഡിലേ ചെയ്യുന്നെന്ന് തോന്നുന്നു, അപ്പോൾ നമ്മൾ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യാം. അപ്പോൾ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ആ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ആ ഒരു ടെൻഡൻസിനെ അത് കട്ട് ചെയ്യും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഈ മെൽ റോബിൻസണിൻ്റെ കഥ പറയുകയാണെങ്കിൽ അവർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അവരാകെ ദാരിദ്ര്യത്തിലിരുന്ന സമയത്താണ് അവർ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയുന്നതും അവരത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതും. പിന്നെയാണ് അവർ ബെസ്റ്റ് സെല്ലിംഗ് ഓഥറായിട്ടൊക്കെ മാറുന്നതും. ഓക്കെ, അവരൊരു ഫ്രം ജോബ്ലെസ് ആൻഡ് ഡിപ്രസ്ഡ് ടു എ ബെസ്റ്റ് സെല്ലിംഗ് ഓഥർ ആൻഡ് മോട്ടിവേഷണൽ കോച്ച് ആയവരാണ് മെൽ റോബിൻസ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ടിം ഫെറിസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട് ദ 4 Hour വർക്ക് വീക്ക്. അത് അദ്ദേഹത്തിനെ മില്യനർ ആക്കിയൊരു ബുക്കാണ്. അതിൽ പറയുന്നത് എന്താണ്, വാട്ട് ഇഫ് ഐ ഫെയിൽ, അതായത് ഞാൻ പരാജയപ്പെട്ടാലോ എന്ന് തിങ്ക് ചെയ്യാതെ വാട്ട് ഈസ് ദ വേർസ്റ്റ് ദാറ്റ് ക്യാൻ ഹാപ്പൻ, ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വേർസ്റ്റായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു ഫിയർ ചെറുതായി വന്നിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പേടിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് പേടി വരുന്നത്. അപ്പം ഈ പേടിക്കുന്ന കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നെക്സ്റ്റ് എന്നുള്ള എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിയർ ചെറുതായി വരും, ആക്ഷൻ ഈസിയർ ആകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ മലയാളം മനോരമയിൽ ജേർണലിസ്റ്റ് ആയിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ഫിയർ എന്ന് പറയുന്നത് എൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. വാട്ട് ഇഫ് ഐ ഫെയിൽ, അല്ലെങ്കിൽ വാട്ട് ഇഫ് ഐ ബിക്കം ജോബ്ലെസ് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫിയർ. ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കും, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫിയർ. പക്ഷെ ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെന്താണ് സംഭവിച്ചു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാജിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാജിവെക്കുക അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വേഴ്സ് എന്ന് പറയുന്നത്. അപ്പം വേഴ്സ് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കുമാണ് എൻ്റെ ആ ഒരു ഫിയറൊക്കെ മാറിയത്. ആക്ച്വലി ഞാൻ ജോലി രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായിട്ടൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന മാതിരി നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേടിയേ ഉണ്ടാകത്തില്ല. ഇത് ഏതോ ഒരു മൂവിക്കകത്ത് ദുൽഖർ സൽമാൻ പറഞ്ഞാണ്. ഓക്കെ, എനിവേ അടുത്തതെന്ന് പറയുന്നത് പ്രൊമോഡോറോ ടെക്നിക്കാണ്. പ്രൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് 25 മിനിറ്റ് ഫോക്കസ് ചെയ്യുക. അതായത് നമ്മുടെ ടൈമിനെ ബ്ലോക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റാണ്. ഇപ്പോൾ 25 മിനിറ്റ് നമ്മൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൈമർ വെച്ചിട്ട് നമ്മൾ പണിയെടുത്തിട്ട് പിന്നെ ആ ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഈ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് വേണം. നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ പണിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഗോൾ സെറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന വലിയ ടാസ്കിനെ നമ്മൾ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യാം. അതിപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ വീട്ടു ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കത് സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. വീട് വൃത്തിയാക്കുന്നതൊക്കെ കാര്യത്തിലാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഫുൾ വീട് വൃത്തിയാക്കണം. അപ്പോൾ വീട് മൊത്തം വൃത്തിയാക്കണമല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഈ റൂം വൃത്തിയാക്കും, അല്ലെങ്കിൽ ഈ കബോർഡ് വൃത്തിയാക്കും. അങ്ങനെ നമ്മൾ ടൈമിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരാം. നിങ്ങളുടെ ജേർണൽ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു 3 കാര്യങ്ങൾ എഴുതുക. അതിലൊന്നെന്ന് പറയുന്നത് വാട്ട് ടാസ്ക് ആം ഐ അവോയ്ഡിങ് ടുഡേ, ഞാൻ ഇന്ന് അവോയ്ഡ് ചെയ്ത ടാസ്ക് എന്താണ്. രണ്ടാമത്തെ വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ റൈറ്റ് നൗ, എൻ്റെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണ്. മൂന്നാമത്തെ വാട്ട് ഈസ് വൺ സ്മോൾ സ്റ്റെപ്പ് ഐ ക്യാൻ ടേക്ക് റൈറ്റ് നൗ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്പ് എന്താണ്.
ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പം നാളെ വീണ്ടും കാണുന്നതിന് വരെ ബൈ ബൈ.